നേരിയ മഴ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, പെട്ടെന്ന് മഴ പെയ്യുകയും പെട്ടെന്ന് തന്നെ അത് തോർന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ഇപ്പോൾ അല്പം മുൻപ് വരെ ഉണ്ടായിരുന്നൊരു കാലാവസ്ഥ രീതിയല്ല ഇപ്പോൾ കാണുന്നത്. അല്പം കൂടി മേഘാവൃതമായിരിക്കുന്ന അന്തരീക്ഷമാണ് പൊതുവെ ഇപ്പോൾ ഉള്ളത്. അത് കൂടുതൽ മഴ ശക്തിയായി പെയ്യുകയാണെങ്കിൽ വൈകിട്ടത്തോടുകൂടി അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നദിയിലെ ഒഴുക്കൊക്കെ കൂടുകയാണെങ്കിൽ കൂടുതൽ സമയം ഡിങ്കി ബോട്ടുമായി NDRF സംഘത്തിനുൾപ്പെടെ ആ മേഖലയിൽ പ്രവർത്തിക്കുക ബുദ്ധിമുട്ടായി മാറും. ഒപ്പം തന്നെ ഈ വെള്ളം മുകളിൽ നിന്ന് ഇപ്പോഴും ചെറിയ ഉണ്ട്, ചെറിയ അരുവി പോലെ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വെള്ളം താഴേക്ക് ഒഴുകി വരികയാണെങ്കിൽ ഇപ്പോൾ ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ നിൽക്കുന്ന ആ മേഖലയിൽ ആ മണ്ണ് ചാല് പോലെ കയറിയെടുക്കുന്ന ആ മേഖലയിലേക്കൊക്കെ കൂടുതൽ വെള്ളം ഒലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മണ്ണ് ഇടിഞ്ഞു നീങ്ങാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അങ്ങനെ അപകടകരമായ സാഹചര്യം പൊതുവെ രൂപീകൃതമാകുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരെ മറിച്ച് മഴ മാറി നിൽക്കുകയാണെങ്കിൽ, നല്ല അന്തരീക്ഷം രൂപപ്പെടുകയാണെങ്കിൽ കൂടുതൽ സമയം തെരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യത കൂടി ഇന്ന് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാർവാർ MLA യും ഒപ്പം തന്നെ മഞ്ചേശ്വരം MLA യും ഒക്കെ അവിടെ തമ്പടിച്ച് നിന്നുകൊണ്ടാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അവിടെ തെരച്ചിലുണ്ടാകുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ന് MLA മാരൊക്കെ പങ്കുവച്ചതുപോലെ ശുഭസൂചകമായ ഒരു വിവരം വൈകിട്ടത്തോടുകൂടി തന്നെ നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് അവിടെയുള്ള ഇടപെടലുകൾ ഏത് രീതിയിലാണ് എന്നുള്ളത് സംബന്ധിച്ച് വളരെ ഒരു കൃത്യത തോന്നുന്നുണ്ട്. ഇത് തുടക്കം മുതൽ ഒരു പക്ഷേ ഇങ്ങനെ സജീവമായി കൊണ്ട് ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ 9ാം നാളിലേക്കൊന്നും തന്നെ ഇങ്ങനെ വേദനയോടുകൂടി അക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഈ അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും നാൾ അവരനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. ആ വേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം പകരുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ നടത്താൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കുമായിരുന്നു എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിലുണ്ടായ ചില വീഴ്ചകൾ വീഴ്ചകൾ തന്നെയാണ്. എങ്കിൽ പോലും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഒരു ഉണർന്ന് പ്രവർത്തിക്കാനുള്ള നീക്കം ഏത് വിധേനയും ഈ വാഹനം കണ്ടെത്താനും ഒപ്പം തന്നെ അർജുനൊപ്പം തന്നെ ആ അപകടത്തിൽപ്പെട്ട മണ്ണിൽ പുതഞ്ഞു പോയ 2 മനുഷ്യരെയും കൂടിയും കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഷിരൂരിൽ സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ റോഡിലേക്ക് പതിച്ചു കിടക്കുന്ന മണ്ണിൻ്റെ ആ അംശം പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾക്കാണ് നമ്മൾ മുൻഗണന നൽകിയിരുന്നത്. എന്നാൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ചിലപ്പോൾ പുഴയിലേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ. ആ സാധ്യതകൾ പക്ഷേ അന്ന് അത്ര കണ്ട് പരിശോധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായില്ല. പിന്നീടാണ് ഇപ്പോൾ മുകൾ തട്ടിലെ മണ്ണ് മുഴുവൻ നീക്കി കഴിഞ്ഞപ്പോഴാണ് പുഴയുടെ ഓരത്തിലേക്ക് ഉള്ള ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അന്ന് ആ ഒരു ഉരുൾപൊട്ടലിൽ തകർന്നു പോയിരിക്കുന്ന കടയുടെ തൊട്ട് അല്പം നീങ്ങിക്കൊണ്ടുള്ള ആ മേഖലയിൽ മണ്ണ് വീണ് കിടക്കുന്ന ആ മേഖലയിൽ പുഴയുടെ താഴ്വാരത്തേക്ക് അല്ലെങ്കിൽ റോഡിൽ നിന്ന് പുഴയിലേക്ക് വരുന്ന ആ ഒരു റിവർ സൈഡ് ആ മേഖലയിൽ ഇപ്പോൾ മണ്ണ് ഇത്തരത്തിൽ ചാലുകൾ കീറിക്കൊണ്ട് നീക്കി അവിടെ മെറ്റൽ പാർട്ടുകളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ പല വിധത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ടു വന്നത് നമ്മൾ കേട്ടതാണ്. കാരണം ഇത്രയധികം ടണ്ണേജുള്ള ഒരു ലോറി, ആ ലോറി അങ്ങനെ പെട്ടെന്ന് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല എന്നൊക്കെയുള്ളതായിരുന്നു കാഴ്ചപ്പാടുകൾ. പക്ഷേ പ്രകൃതി താണ്ഡവമാടിയ ഘട്ടത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ. കാരണം റോഡിൽ എവിടെയും തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ ലോറിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ മരത്തിൽ തടിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു. ഇനിയുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ റിവർ സൈഡിലാണ്. അവിടെയുള്ള മണ്ണ് ആ തരത്തിൽ നീക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പാർട്ട് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത്രയും ദിവസം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് അത് അല്പമെങ്കിലും ആശ്വാസം പകരുന്ന കാര്യമായിരിക്കും. ആ മേഖലയിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇനി അല്ല, അവിടെയും മണ്ണ് നീക്കി കഴിഞ്ഞിട്ട് അത്തരത്തിൽ മെറ്റൽ പാർട്ടുകളുടെ സാന്നിധ്യം കാണാൻ സാധിക്കാത്ത പക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനം ഒരു പക്ഷേ കുറച്ചുകൂടി ഒഴുകി നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പുഴയുടെ നടുത്തട്ടിലേക്കുള്ള വന്നിരിക്കുന്ന ചില ദ്വീപ് സമാനമായ ചില മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺതിട്ടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടെ മണ്ണ് കെട്ടിക്കിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ